സ്വാഗതം. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ എന്താണ് കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ കൊച്ചിൻ ഫ്ലവർ ഷോ, 40ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. 5 മുതൽ 12 വയസ്സിലുള്ള കുട്ടികൾക്ക് 50 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്, മുതിർന്നവർക്കാണെങ്കിൽ 100 രൂപ. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം. നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. എന്തായാലും നമ്മൾ ഒത്തിരി ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അകത്ത് പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പാർക്കിംഗ് ഒക്കെ ഇവിടെ ഫുള്ളായിരുന്നു. നമ്മളതുകൊണ്ട് അങ്ങ് കുറേ ദൂരെ ഫ്രണ്ടിലോട്ട് പോയി. റോഡ് സൈഡിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ നേരത്തെ വന്ന് കാഴ്ചകൾ കണ്ട് പോകാൻ ശ്രമിക്കണം. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മറൈൻ ഡ്രൈവിലെ 75 അടി ഉയരത്തിലുള്ള ഒരു ഡാൻസിങ് ക്രിസ്മസ് സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ അതിന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സാന്റാക്ലോസുകൾ ഡാൻസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഒരു ഡാൻസിങ് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളിത് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എന്നെ കണ്ടിൽ ആദ്യം പെട്ടത് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് കേക്കിൻ്റെ ഡിസൈനിൽ ഒരു ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഇൻക്ലൂസ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ ഫ്ലവർ ഷോയിലെ മനോഹരമായ കാഴ്ചകളാണ്. കൊച്ചിൻ ഫ്ലവർ ഷോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്താണെന്നല്ലേ, 5000-ഓളം വരുന്ന ഓർക്കിഡ് ചെടികൾ മൊത്തം പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതേ കാണുന്നത് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ. അങ്ങ് ഒരു സൈഡ് മൊത്തം ഈ ഓർക്കിഡ് ചെടികളുടെ കളക്ഷൻസ് ആണ്. കേരളാസ് ലാർജസ്റ്റ് ഫ്ലവർ ഷോയായ കൊച്ചിൻ ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവിൽ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 22-നായിരുന്നു. അവസാനിക്കുന്ന ഡേറ്റ് ജനുവരി 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഫ്ലവർ ഷോ കുറച്ച് ബെറ്റർ ആണ്. അപ്പോൾ കാണാൻ വരുന്നവരൊക്കെ വേഗം വന്ന് കണ്ടോളൂ. ജനുവരി 1 വരെയുള്ളൂ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഓർക്കിഡിന് ഇത്രയധികം കളറുകളും അതുപോലെ തന്നെ ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഓരോ ഫ്ലവർ ഷോസ് ഒക്കെ കാണുമ്പോഴാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി കളറിലാണ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ബോഗൺവില്ലാസിൻ്റെ ചെറിയൊരു കളക്ഷൻസ് ആണ്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെടിക്ക്. നോക്കിയേ, ഒരു ചെടിയിൽ തന്നെ 5ഉം 6ഉം കളറിലുള്ള പൂക്കളാണ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചില്ലുകൂട്ടിലെ പൂന്തോട്ടം. അപ്പോൾ ഇതിന് പറയുന്നത് ടെറേറിയംസ് എന്നാണ്. ചെടികളൊക്കെ നട്ടു വളർത്താൻ സൗകര്യമില്ലാത്തവർ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ടെറേറിയംസ്. നമ്മുടെ നാട്ടിലെ വിദേശിയായ ബോൺസായി ചെടിയുടെ കുറച്ച് കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയൊരു കണ്ടെയ്നറിൽ ആ ഒരു മരം വളർന്നിരിക്കുന്നത് കാണാൻ, ബോൺസായി ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ നമ്മുടെ നാടൻ പുളിയും പെടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി. നല്ല ക്യൂട്ടായിട്ട് നിൽപ്പുണ്ട്. ഈ ബോൺസായി ചെടിയുടെ ഇടയ്ക്ക് ഒരു കമണ്ടൽ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഞാൻ ആദ്യമായിട്ടാണ് കമണ്ടൽ കാണുന്നത്. നമ്മൾ പുരാണങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ. പഴയകാല സന്യാസികളൊക്കെ ഇതിലാണ് വെള്ളമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ കമണ്ടലുവിന് വെള്ളത്തിലെ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും ഉള്ളത് ഇരപിടിയൻ ചെടികളുടെ കുറച്ച് കളക്ഷൻസ് ആണ്. അത് പല തരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ.
പിന്നെ ഈ ഫ്ലവർ ഷോയുടെ ഇടയ്ക്ക് ഇങ്ങനെ ആനയും ജിറാഫും അതുപോലെ തന്നെ മരയോന്ത് അണ്ണാന ഒക്കെ ഇങ്ങനെ പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ അടുത്തോടെ പോയൊക്കെ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഈ ഒരു ഏരിയയിൽ സെൻറ്റ് ജെയിംസ് നഴ്സറിയുടെ പ്ലാന്റ് സ്റ്റോറിയാണ് കാണുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പ്ലാന്റ്സും അതിൻ്റേതായ രീതിയിൽ തന്നെ അവർ ആർട്ട് രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്കൊരു റീലൊക്കെ എടുക്കാനുള്ള അവസരം അവർ തരുന്നുണ്ട്. അതിന് നമുക്ക് പ്രൈസും തരുന്നുണ്ട്. ബോൺസായി ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വെച്ചിട്ട് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥലത്തേക്ക് കേട്ടോ. അതായത് കുട്ടികൾക്ക് കുറേ ഐറ്റംസൊക്കെ മേടിക്കാൻ പറ്റും നമ്മുടെ കാശ് കളയുന്ന കുറേ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെയും അതുപോലെ തന്നെ കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി നമ്മളിനി പുറത്തോട്ട് പോവുകയാണ്. സന്ധ്യ ആയിട്ടോ. അപ്പോൾ അതേ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ വേറൊരു സംഭവം കാണുന്നത്. ഈ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഡാൻസിങ് ക്രിസ്മസ് ട്രീ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് ഇത് കണ്ടിരുന്നു. അത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല. എന്ത് സംഭവം നമുക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷേ സന്ധ്യ ആയപ്പോഴാണ് അത് മനസ്സിലായത്. 75 അടി ഉയരത്തിലുള്ള ഒരു ഡാൻസിങ് ക്രിസ്മസ് ട്രീ ആണ്. അതിൽ മൊത്തം സാന്റാക്ലോസ് ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റി. ഒരു ചെറിയൊരു ഷോയും നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു സംഭവം. ഈവനിങ് ആയപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലായത്. All cuties give me a hi. Hi. So Christmas ആണ്. ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? കൊച്ചിയുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ എവിടെ വരെയായി? Have you come to Marine Drive to celebrate Christmas? Everybody ഉണ്ടോ? ഇല്ല. ആർക്കാണ് എനർജി ഇല്ലാത്തത്? ഒരാൾക്ക് മാത്രം എനർജി ഇല്ല. മോനെ ഇവിടെ വന്നോ. നമുക്ക് എനർജി നമ്മുടെ സാന്റാസ് വരുമ്പോൾ എനർജി വരും. How about the cuties? കുട്ടികൾക്കൊക്കെ എനർജി ഉണ്ടോ? So this world's tallest Christmas tree, indeed a dancing Christmas tree, is sponsored by Chunga Jewelry and supported by GCDA and Cochin Flower Show. നമുക്ക് ജനുവരി 2-ാം തീയതി വരെയാണ് ഈ ഒരു മഹാവിസ്മയം നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത്. 75 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ, ഡാൻസിംഗ് ക്രിസ്മസ് ട്രീ ആണ് GCDയും ചുങ്ക ജൂവലറിയും കൊച്ചിൻ ഫ്ലവർ ഷോവും കൊച്ചിക്കാർക്ക് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി തന്നിരിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് അവർക്ക് വലിയൊരു കൈയടി നൽകിയാലോ? കാരണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ താഴെ നിന്ന് നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു അവസരം തന്നില്ലേ? സോ അവർക്ക് ആദ്യം അവരുടെ ഹാർഡ് വർക്കിനും അവരുടെ ചിന്തയ്ക്കും അവരുടെ എനർജിക്കും ഒരു വലിയ കൈയടി. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യോ? അടി നമ്മൾ ജഡ്ജ് ചെയ്യും. ചേച്ചി നോക്കും കുട്ടികളാണോ നന്നായി ഡാൻസ് ചെയ്തേ അതോ ഈ സാന്റാസ് ആണോ നന്നായി ഡാൻസ് ചെയ്തേന്ന്. പേരൻസ്, എൽഡേഴ്സ്, ഓൾ റെഡി? യെസ്.